ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ബേക്കിംഗ് ഓവണും ബേക്കിംഗ് ട്രേ ഒന്നും ഇല്ലാണ്ട് നമ്മൾ വീട്ടിലുള്ള പാത്രങ്ങളിൽ തന്നെ സ്റ്റഫ് ചെയ്ത ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബേക്കിംഗ് ട്രേ ആയിട്ട് ഞാനൊരു ഫ്രൈങ് പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബേക്കിംഗ് ഓവണായിട്ട് ഞാൻ ഒരു കറി പോട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ കൈകളിലുള്ള പാത്രങ്ങളിൽ തന്നെ നമുക്ക് സ്റ്റഫ് ചെയ്ത ബ്രെഡോ അല്ലാത്ത ബ്രെഡോ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിനു മുൻപ് കുക്കറിൽ ഞാനൊരു ബ്രെഡ് ഉണ്ടാക്കണതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റഫ് ചെയ്ത ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഗോതമ്പ് പൊടി 1.5 കപ്പ് എടുക്കുക. ഗോതമ്പ് പൊടി കൊണ്ടാണ് ഇന്നത്തെ ബ്രെഡ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് 1/2 കപ്പ് നേരിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടിയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പൊടിയെല്ലാം നല്ലതുപോലെ ഒന്ന് നനഞ്ഞു കിട്ടണം. നല്ലതുപോലെ ഒന്ന് കുഴച്ച് നോക്കാം. ഇപ്പം നനയാത്ത പൊടിയും കുറച്ചുണ്ട്, അതുകൊണ്ട് നമുക്ക് 2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ നോക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് നനഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 30 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്തതിന് ശേഷം പൊടിയുമായി നല്ലതുപോലെ തേച്ച് കുഴച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അടിച്ച് കുഴക്കുകയാണെങ്കിൽ നമുക്ക് മാവ് പെട്ടെന്ന് കുഴഞ്ഞു കിട്ടുകയും വളരെ നല്ല സ്മൂത്തായിട്ടുള്ള മാവ് കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പാത്രത്തിലേക്ക് ഇട്ടൊന്ന് അടിച്ചു കൊടുത്താൽ നല്ല മാർദ്ദവമുള്ള മാവ് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം മൂടി വെച്ച് നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. 1/2 മണിക്കൂറിന് ശേഷം വീണ്ടും നമുക്കിത് ഒന്നുകൂടി തേച്ച് കുഴക്കണം. ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടി കുഴക്കാം. നേരത്തെ പോലെ തന്നെ നമുക്കൊന്ന് അടിച്ച് കുഴക്കാം. അപ്പോൾ ഈ മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടും. വളരെ സോഫ്റ്റും നല്ല മാർദ്ദവമുള്ള മാവായിട്ടും കിട്ടും നമുക്ക്. ഇപ്പോൾ ബ്രെഡ് ഉണ്ടാക്കാനുള്ള മാവ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല സ്മൂത്തായിട്ടുള്ള മാവാണ്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ഇങ്ങനെ എണ്ണ തടവുന്നത്. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ കൊണ്ട് ഇത് നന്നായിട്ട് പൊങ്ങി വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കുക. ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. പിന്നെ കൊത്തിയരിഞ്ഞ പച്ചമുളക് 2 വലുത് ചേർക്കാം. വലിയ പച്ചമുളക് എരിവ് കുറവുള്ളതാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി പൊടിയായി കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ചേർക്കാം. തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞത് ചേർക്കാം. ക്യാപ്സിക്കം ഞാൻ ഇത്തിരി കൂടുതൽ ചേർത്തിട്ടുണ്ട്. കൂടുതൽ ക്യാപ്സിക്കം ചേർത്താൽ ഒരു പ്രത്യേക സ്മെല്ലാണ്, ടേസ്റ്റുമാണ്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ
ചിക്കൻ വേവിച്ച് പൊടിച്ചതും ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗ് വേണമെങ്കിലും ഈ മസാലയിൽ ചേർത്തുണ്ടാക്കാം. ഈ മസാല എല്ലാം നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ല എരിവ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ നാടൻ മുളക് പൊടി ചേർത്താലും മതി. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. മാവ് കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇത് നല്ലതുപോലെ പൊങ്ങിയിരിക്കുകയാണ്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ബേക്ക് ചെയ്യാനുള്ള ട്രേ റെഡിയാക്കി എടുക്കാം. ഞാൻ ഒരു ഫ്രൈ പാനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഹാൻഡിൽ മാറ്റിയതിന് ശേഷമാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഈ ഫ്രൈ പാൻ ഒന്ന് എണ്ണ തടവിയെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ബ്രഷ് കൊണ്ട് എല്ലായിടത്തോട്ട് ഒന്ന് പുരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ മാവ് തൂവി കൊടുക്കാം. ഇനി ഈ പാത്രം ചുറ്റിച്ചൊന്ന് തട്ടി കൊടുത്താൽ ഈ പൊടിയെല്ലാം എല്ലാ ഭാഗത്തും പറ്റി കിട്ടും. കൂടുതലുള്ള പൊടി നമുക്ക് ഇത് താഴത്തേക്ക് കൊട്ടി കളയാവുന്നതാണ്. അപ്പം ഞാൻ ഈ പലകയിലെ പൊടി കളഞ്ഞിട്ട് വരാം. ഇനി നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഈ പലകയിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ഡബിളായിരിക്കണേണ്. ഇനി ഇത് നമ്മൾക്കിത് പൊടി തൂവിയ പലകയിലേക്ക് മാറ്റാം. നമുക്കിത് ഒന്നുകൂടി കുഴച്ചെടുക്കാം. അതിനുശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് 2 കട്ട് ചെയ്തെടുക്കാം. 2 ഈക്വൽ ഭാഗമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ 2 ഉരുളകളാക്കി ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും പരത്തിയെടുക്കാം. കുറച്ചുകൂടി പൊടി തൂവിയതിന് ശേഷം നമുക്കിത് ചപ്പാത്തി റോളർ ഉപയോഗിച്ച് ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന ട്രേയുടെ വലിപ്പത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. കുറച്ച് കട്ടിയിലാണ് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തേത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബേക്കിംഗ് ട്രേയുടെ താഴെ വെച്ച് കൊടുക്കാം. നമ്മൾ പൊടി തട്ടി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയില്ലേ, അതിനകത്തേക്ക് നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. താഴെ വെക്കുന്നത് കുറച്ച് വട്ടം കുറച്ച് വേണം പരത്തിയെടുക്കാൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ഉരുളയും പരത്തിയെടുക്കാം. കുറച്ച് പൊടി തൂവിയതിന് ശേഷം നമുക്ക് ഇത് പരത്തിയെടുക്കാം. നേരത്തെ പരത്തിയതിലും കുറച്ചുകൂടി വട്ടം കൂടിയതായിരിക്കണം രണ്ടാമത് പരത്തുന്നത്. ഇപ്പോൾ ഇത് രണ്ടാമത്തെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പലകയിലേക്ക് മാറ്റി വയ്ക്കാം. പലകയിലേക്ക് അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാലും മതി കേട്ടോ. ഇനി ബേക്കിംഗ് ട്രേയിൽ നമ്മൾ വെച്ചിരിക്കുന്ന പരത്തിയതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഫില്ലിങ് ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. ബാക്കി വരുന്ന ഫില്ലിങ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ അരികിലൊക്കെ വീണ് കിടക്കുന്നതൊക്കെ നമുക്കൊന്ന് ഒതുക്കി കൊടുക്കാം.
സൈഡിൽ കുറച്ച് ഗ്യാപ്പ് വേണം, നമ്മൾ വേറെ ഒരെണ്ണം ഇതിൻ്റെ പുറത്തേക്ക് വെക്കാനുള്ളതാണ്. അതുകൊണ്ട് അരികിൽ നിന്നൊക്കെ കുറച്ച് സ്പൂൺ കൊണ്ട് വടിച്ചുള്ളിലേക്ക് ആക്കുക. അതിനുശേഷം രണ്ടാമത് പരത്തിയത് എടുത്ത് ഇതിൻ്റെ പുറത്തേക്ക് വയ്ക്കാം. മുകൾ ഭാഗം പ്രസ് ചെയ്ത് അതിനുള്ളിലെ എയറൊക്കെ കുറച്ച് കളഞ്ഞതിന് ശേഷം അരികെല്ലാം നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അരികെല്ലാം നല്ലതുപോലെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നനഞ്ഞ തുണി കൊണ്ട് മൂടിയിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം തുറന്ന് നമുക്കിതൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. ഒരു ബ്രഷ് ഉപയോഗിച്ച് എഗ് യോക്ക് ഇതിൻ്റെ പുറത്തേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ ഉണ്ണി തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പാല് അല്ലെങ്കിൽ സാധാരണ വെള്ളം വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തേക്കൊന്ന് നനച്ചു കൊടുക്കാം. ഒന്ന് നനഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് വെളുത്ത എള്ള് തൂവി കൊടുക്കാം. എള്ള് ചേർക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ, ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട. എള്ളിൽ ധാരാളം വിറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ചേർത്താൽ കുറച്ച് ടേസ്റ്റും കൂടും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് രണ്ടും ഞാൻ ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഒരു കറി പോട്ടാണ് ചൂടാക്കിയിട്ടിരിക്കുന്നത്. നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. നമുക്കിതിൻ്റെ പുറത്തേക്ക് ഈ ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. അപ്പോൾ കറി പോട്ടിനകത്ത് നമ്മുടെ ഫ്രൈ പാനാണ് വെച്ചിരിക്കുന്നത്. ഇനി മൂടി വെച്ച് 30-35 മിനിറ്റ് മീഡിയം ടു ലോ ഹീറ്റിൽ ബേക്ക് ചെയ്യാം. കവർ ചെയ്യുന്ന ലിഡ് ഗ്ലാസിൻ്റെ ഉപയോഗിക്കാതെ മെറ്റലായിട്ടുള്ളത് ഉപയോഗിക്കുകയാണെങ്കിൽ ടോപ്പ് പെട്ടെന്ന് നന്നായിട്ട് കളർ ചേഞ്ച് ആയി കിട്ടും. ഇപ്പം 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റഫ്ഡ് ബ്രെഡ് നന്നായിട്ട് റെഡിയായിരിക്കുകയാണ്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. തണുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്ക് കഴിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഐറ്റമാണിത്. എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റും യമ്മിയുമായിട്ടുള്ള സ്റ്റഫ്ഡ് ബ്രെഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.